ഇസ്രായേൽ ഇറാനെതിരെ പ്രത്യാക്രമണം നടത്തിയാൽ ഇറാന് പിടിച്ചു നിൽക്കാനാവുമോ? പരിശോധിക്കാം. ഇറാന്റെ മൊത്തം ജനസംഖ്യ 9.4 കോടിയാണ്. എന്നാൽ ഇസ്രയേലിന് ഇത് വെറും 92 ലക്ഷം മാത്രമാണ്. ഈ ജനസംഖ്യയിലെ വ്യത്യാസം ഇറാന് മിലിറ്ററി പേഴ്സണൽസിന്റെ കാര്യത്തിൽ വലിയ മുൻതൂക്കം നൽകുന്നുണ്ട്. ഇറാന്റെ ആക്റ്റീവ് മിലിറ്ററി മെമ്പേഴ്സ് 6,10,000, റിസർവ് പട്ടാളം 3,50,000 പാരാമിലിറ്ററി പേഴ്സണൽസ് 2,20,000 എല്ലാം കൂടി 11,80,000 ഇറാന്റെ മാൻ പവർ. ഇനി ഇസ്രായേലിലേക്ക് വന്നാൽ ഇവിടുത്തെ ആക്റ്റീവ് പട്ടാളം എന്ന് പറയുന്നത് വെറും 1,70,000 മാത്രമാണ്. റിസർവ് പട്ടാളം 4,65,000 പാരാമിലിറ്ററി ട്രൂപ്സ് ഇസ്രായേലിനുള്ളത് 35,000 എല്ലാം കൂടി 6,70,000 ഇസ്രായേലിന്റെ മാൻ പവർ. മാൻ പവറിന്റെ കാര്യത്തിൽ ഇറാൻ ഇസ്രയേലിനെ അപേക്ഷിച്ച് ബഹുദൂരം മുന്നിലാണ്. ഇരു രാജ്യങ്ങളുടെയും യുദ്ധ സാമഗ്രികൾ നോക്കിയാൽ ഇറാനിലെ ടാങ്കുകളുടെ എണ്ണം 1996 അത് ഇസ്രയേലിൽ 1370. ആംഡ് വെഹിക്കിൾസ് ഇറാൻ 65,756, ഇസ്രയേൽ 43,407. സെൽഫ് പ്രൊപ്പൽഡ് ആർട്ടലീസ് 580, 650. മൊബൈൽ റോക്കറ്റ് പ്രൊജക്ടേഴ്സ് 778, 150. കരസൈന്യത്തിന്റെ കാര്യത്തിലും ഇറാൻ മുമ്പിലാണ്. കടൽ മാർഗം ആരാണ് മുമ്പിൽ എന്ന് നോക്കാം. ഫ്ലീറ്റ് സ്ട്രെങ്ത് ഇറാൻ 101, ഇസ്രയേൽ 67. ഫ്രൈഗേറ്റ്സ് ഇറാൻ 7, ഇസ്രയേൽ 0. ഡെസ്ട്രോയേഴ്സ് ഇറാൻ 0, ഇസ്രയേൽ 0. എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഇറാൻ 0, ഇസ്രയേൽ 0. സബ്മറൈൻസ് ഇറാൻ 19, ഇസ്രയേൽ 5. കോവർട്ടേഴ്സ് ഇറാൻ 3, ഇസ്രയേൽ 7. പെട്രോൾ വെസൽസ് ഇറാൻ 21, ഇസ്രയേൽ 45. കരയിലും കടലിലും ഇറാന്റെ മേധാവിത്വം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ കരയുദ്ധത്തിന് വളരെ സാധ്യത കുറവാണ്. ഇറാഖ് ജോർഡാൻ മറികടന്നു വേണം ഇറാൻ ഇസ്രയേൽ കരയുദ്ധം ഉണ്ടാവാൻ. അതിന് നിലവിൽ ഒരു സാധ്യതയും കാണുന്നില്ല. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ദൂരം ഏകദേശം 1800 കിലോമീറ്റർ ആണ്. എയർഫോഴ്സിന്റെ കാര്യത്തിൽ ആരാണ് മുൻപിൽ എന്ന് പരിശോധിച്ചാൽ ഇറാൻ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ 186, ഇസ്രയേലിന് 241. ഡെഡിക്കേറ്റഡ് അറ്റാക്ക് എയർക്രാഫ്റ്റുകൾ ഇറാൻ 23, ഇസ്രയേൽ 39. അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ് ഇറാൻ 13, ഇസ്രയേൽ 48. എയർഫോഴ്സിൽ ഇസ്രയേൽ വളരെ മുൻപിലാണ്. അതോടൊപ്പം ഇസ്രയേലിനുള്ളത് F-15, F-16, F-35 പോലുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങളാണ്. എന്നാൽ ഇറാന്റെ കൈവശമുള്ളത് 60ലെയും 70ലെയും ഫൈറ്റർ ജെറ്റുകളാണ്. ഇറാന്റെ കൈവശമുള്ളത് അമേരിക്കൻ മെയ്ഡായ F-4ഉം F-5ഉം കൂടാതെ റഷ്യൻ Su-24ഉമാണ്. അത്യാധുനിക F-35 ജെറ്റുകൾക്ക് മുമ്പിൽ 60ലെയും 70ലെയും പോലുള്ള എയർക്രാഫ്റ്റുകൾ എങ്ങനെ പിടിച്ചു നിൽക്കാനാകും എന്ന് കണ്ടറിയണം. ഫുൾ സ്കെയിൽ യുദ്ധം പുറപ്പെട്ടാൽ ഇസ്രയേലിന് ഏരിയൽ സുപ്പീരിയോറിറ്റി വളരെ കൂടുതലാണ്. എന്നാൽ ഇറാന്റെ കൈവശമുള്ളതിൽ വളരെ അധികവും മിസൈലുകളും ഡ്രോണുകളുമാണ്. ഷാഹേദ് 136 പോലുള്ള നൂതന ഡ്രോണുകളാണ് ഇറാനുള്ളത്. ഇസ്രായേലിന്റെ 100 കണക്കിന് ഫൈറ്റർ ജെറ്റുകളും ഇറാന്റെ 1000 കണക്കിന് ഡ്രോണുകളും തമ്മിലായിരിക്കും പോരാട്ടം. ഇവിടെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും തമ്മിലായിരിക്കും യുദ്ധമുണ്ടാവുക. ഇസ്രയേലിന്റെ ഹൈ ക്വാളിറ്റി ഫൈറ്റർ ജെറ്റുകളും 1000 കണക്കിന് മിസൈലുകളും ഡ്രോണുകളും തമ്മിലായിരിക്കും പോരാട്ടം. പൂർണ്ണ യുദ്ധമുണ്ടായാൽ ഇസ്രയേലിന് ഇറാനെയോ ഇറാന് ഇസ്രയേലിനെയോ പൂർണ്ണമായി തോൽപ്പിക്കൽ അസാധ്യമാണ്.